നമസ്കാരം, ഞാൻ ജോഷി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ച ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരേ ബിസിനസ് ഒരേ സമയം തുടങ്ങിയ 3 പേരുടെ കഥ. ആ 3 പേര് ബിസിനസ് അത് നഷ്ടം വന്നിട്ട്, അതായത് ഒരു സമയം കഴിഞ്ഞ ബിസിനസ് നഷ്ടം വന്ന് നിർത്തിയവരാണ്. ആ 3 പേരുടെ കഥ അത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു. അതായത് ആദ്യത്തെ ബിസിനസ് തന്നെ നമുക്ക് വിജയിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിന്റെ റിസ്ക് ഉണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇവര് തുടങ്ങിയതെല്ലാം വളരെ ചെറിയ മുതൽ മുടക്ക് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ് ആണ്. ആദ്യത്തെ ആൾക്ക് 15 ലക്ഷം രൂപ നഷ്ടം വന്നതാണ്. രണ്ടാമത്തെ ആള് ഏതാണ്ട് 1 കോടി രൂപയുടെ മുകളില് അയാൾക്ക് നഷ്ടം വന്നു, അദ്ദേഹം നിർത്തി. മൂന്നാമത്തെ ആള് നമ്മൾ തന്നെയാണ്. നമ്മള് ചെറിയ മുതൽ മുടക്കിനെ തുടങ്ങി, നമ്മളും ഇപ്പോൾ അത് നടത്തുന്നില്ല. പക്ഷെ നമുക്ക് നടത്തിപ്പ് കാലത്തുള്ള നമ്മൾ ലാഭം എടുത്തു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് നിർത്തേണ്ട അവസ്ഥ വന്നു. നമ്മുടെ ഫാമിംഗ് മേഖലയാണ്. 3 പേര് തുടങ്ങിയിട്ട് ഏകദേശം ഒരേ കാലം. നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ ചെയ്യുന്ന ഒരു ഫാമാണ് കാട ഫാം. ചെറിയ വില തുക വരുന്നുള്ളൂ. ഒരു കുഞ്ഞിന് ഇപ്പോൾ 60 രൂപയുണ്ട്. നമ്മളൊക്കെ വാങ്ങുന്ന സമയത്ത് 40 രൂപ ഒരു കുഞ്ഞിന് കിട്ടും. ഒരു കാടക്കുഞ്ഞിന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ 15 ദിവസം മുതൽ 22ാം ദിവസം മുതൽ അതിന് നമുക്ക് വരുമാനം കിട്ടും. പെട്ടെന്ന് ലഭിക്കും. സ്ഥിര വരുമാനമാണ്. ചെറിയ മുതൽ മുടക്കാണ്. നമ്മളെ നോക്കുമ്പോൾ നല്ല ലാഭമാണ്. നമ്മൾ ഈ കാടമുട്ടയും കൊണ്ട് പോകുന്ന സമയത്ത് വിൽപ്പനയുടെ ആദ്യത്തെ സമയമാണ്. നമുക്കൊരു ടെൻഷനുണ്ട്, എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ബൈക്കിലാണ് കൂടുന്നത്. ബൈക്കില് പുറത്ത് ബാഗ് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആള് ഇതെന്താന്ന് ചോദിച്ചത്, കാടമുട്ട. നീ കാടമുട്ടയുടെ ബിസിനസ് ആണ്, നിനക്കൊന്നും വേറെ പണിയില്ല, ഇതൊക്കെ ആരെങ്കിലും നടത്തോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം. നമ്മള് ഭയങ്കരമായിട്ട് അങ്ങ് പേടിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് പേടിച്ച് അവര് കടയിൽ കൊണ്ടാക്കി ചെലവാക്കിയിട്ട് വൈകുന്നേരമാണ് ജോലി കഴിഞ്ഞ് വന്ന സമയത്താണ് കൊണ്ടുപോകുന്നത്. അത് തീർത്തിട്ട് വീട്ടിലെത്തണം. പിറ്റേ ദിവസം ആദ്യം മുട്ടയാവും, കടയിൽ നിന്ന് മുട്ട ഇടും. അങ്ങനെ ഇയാളെ ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചാ കടയിൽ ആ കടക്കാരനാണ് പറഞ്ഞത്, ഇയാൾക്ക് 10-15 ലക്ഷം രൂപ ഇതിൽ നഷ്ടം വന്നു. കാടാനെ വളർത്താം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞിന് 40 രൂപ, ഒരു 50 കുഞ്ഞുങ്ങളെ ഒരു കൂടിലിടാം. ആ ഒരു കൂടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് 1000 രൂപ എല്ലാ ചെലവും. ചെറിയൊരു ഷെഡ് ഉണ്ടെങ്കിൽ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം നടത്തിയിട്ട് ഇയാൾക്ക് 15 ലക്ഷം രൂപ നഷ്ടം. അങ്ങനെ അതറിയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് തുടങ്ങിയിട്ടോ, നമ്മൾ 50 തുടങ്ങി 300 ആക്കി. അപ്പൊ നടത്തിക്കൊണ്ട് പോകാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് ഇതേപോലെ നമ്മള് കച്ചവടക്കാരായിട്ട് കണ്ടു. അതാണ് ഈ ചേട്ടാ ഇങ്ങനെ അന്ന് ഓർമ്മയുണ്ടോ, നീ കാടക്കാരനല്ലേ, എന്താ ഇങ്ങനെ നിങ്ങൾ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 15 ലക്ഷം രൂപ നഷ്ടം വന്നാണ്, നീ ഇത് നടത്തണ്ട. ഈ 40 രൂപയുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് 15 ലക്ഷം രൂപ? അത് ചെറിയ പൈസ. അപ്പൊ ഇദ്ദേഹം ചെയ്തത് ഒരു 5 ലക്ഷം രൂപ മുടക്കി വലിയൊരു ഷെഡ്, 4 ലക്ഷം രൂപ മുടക്കി അതിന്റെ കൂട് സെറ്റ്. അപ്പൊ 9 ലക്ഷം രൂപ അങ്ങനെ യഥാർത്ഥത്തേക്ക് മുടക്കായി എല്ലാ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളും ആക്കി. അങ്ങനെ ഇയാൾ ആദ്യമായിട്ട് എടുത്ത് 5000 കാടക്കുഞ്ഞുങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. നമ്മളെന്നെ നമുക്കൊരു 300 കാടക്കുഞ്ഞുങ്ങളെ മേടിക്കാനേ നമുക്ക് വലിയ പണിയാണ്. അത് കിട്ടാനില്ല. ബുക്ക് ചെയ്ത് വെക്കണം. ഇയാൾക്ക് അത് 70 രൂപ കാടക്കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടു. ഒരു ദിവസം 100 എണ്ണം ചെത്തു, പിറ്റേ ദിവസം 200 എണ്ണായി, 300 കാടക്കുഞ്ഞുങ്ങൾ ചാവാൻ തുടങ്ങി. അപ്പൊ ഇയാളെ അതിനുള്ള തീറ്റ കാര്യങ്ങളും കൊണ്ടുവച്ചു, മരുന്ന് കൊടുത്തു. ലാസ്റ്റ് ഇയാളായണ്ട് 21 ദിവസം കൊണ്ട് ഇയാൾക്ക് അതിനകത്ത് ബാക്കി എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ട് 500 കാടക്കുഞ്ഞുങ്ങളാണ് രണ്ടാമത്തെ ആളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ തുടങ്ങി ഇത് കുറച്ചുകൂടി നന്നായിട്ട് നടത്തണം എന്ന് ആഗ്രഹിച്ച്. അപ്പൊ നമ്മളെ നടത്തുന്ന സ്ഥലത്തായ സൗകര്യങ്ങൾ കുറച്ചും കൂടെ നല്ലതായിട്ട് നടത്തണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാട ഫാം കൊടുക്കാനുണ്ട്. ഇവിടുന്നൊരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞു. അത് അതിനിട്ടിരിക്കുന്ന വില 4 കോടി രൂപ. മുട്ട വിരിയിക്കുന്നതിന്, കുഞ്ഞുങ്ങളാക്കുന്നതിന്, ഇറച്ചിക്കാരെ സപ്ലൈ ചെയ്യുന്നതിന് എല്ലാ സൗകര്യങ്ങളോടും കൂടി. അപ്പൊ നമുക്ക് കൂട്ടിയാൽ കൂടില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു വർഷത്തിനടുത്ത് നമ്മൾ നടത്തി കഴിയുമ്പോൾ നമ്മൾ കാടക്കുഞ്ഞുങ്ങളെ എടുക്കുന്ന സ്ഥലത്ത് ഒരു ഷോട്ട് വന്നു. അത് കാടക്കുഞ്ഞുങ്ങൾക്ക് നിലവാരം കുറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ഇപ്പൊ ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് 10 കിലോമീറ്റർ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് കരുതി അവിടെ ഒന്ന് പോയി നോക്കാന്ന് കരുതി. അപ്പൊ അവിടെ വലിയ സംവിധാനത്തിൽ തുടങ്ങിയത്. നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാളെ CCTV കാര്യങ്ങളും ഇതിന്റെ എല്ലാ ക്യാമറ എല്ലാം കൊണ്ട് വിളിച്ച് മൂലം കൂട്ടിയിട്ടിരിക്കുന്നു. ഇയാളെ ബാക്കി സംവിധാനങ്ങളെല്ലാം കുറെ മൂലം കൂട്ടിയിട്ടിരിക്കുന്നു. കുറെ വേസ്റ്റുകളുടെ നടക്ക് ഇയാളെ പറഞ്ഞ ആ ഷെഡിനകത്ത്
ഇറച്ചിക്കോഴി. അപ്പൊ അത് ഇയാൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇയാളൊരു വിദേശ മലയാളിയായിരുന്നു. അപ്പൊ അയാളെ നോക്കുമ്പോ അവിടെ നിന്ന് തന്നെ ഇയാളെ CCTV-യിലെല്ലാം കാണാൻ കാര്യങ്ങളെല്ലാം. അപ്പൊ ഒരുപാട് പണം കൊടുക്കണം, കണക്കില്ലാത്ത പണം വേണം. നമ്മളെ എന്ത് ബിസിനസ് തുടങ്ങിയാലും നമുക്ക് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ 15 ലക്ഷം രൂപ മുടക്കി, ഒരാള് കോടികൾ മുടക്കി. നമ്മളത് തുടങ്ങിയത് 50 കാർഡ് 8,000 രൂപയും കൂടെ തുടങ്ങിയത്. 8,000 രൂപയിൽ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് 300 കുഞ്ഞുങ്ങളായി. 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് നമ്മള് 700 കുഞ്ഞുങ്ങളെടുത്തു. അപ്പൊ അതിന് കഴിച്ച് നമുക്ക് അതിന് ബുദ്ധിമുട്ടുകൾ വന്നു. വേസ്റ്റ് മാനേജ്മെന്റ്, തീറ്റയുടെ പൈസ അതിന് 3 ലക്ഷങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് മുട്ട കൊടുത്തിട്ട് ലാഭമില്ലാതായി. നമ്മളതിന് 2 വർഷം നടത്തി അല്ലേ. ഈ 2 വർഷവും നമ്മൾ അതിനകത്ത് ലാഭം എടുക്കും. അതായത് നമ്മൾ 8,000 രൂപ മുടക്കി 6 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ലാഭം എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അധികം പൈസ മുടക്കിയിരുന്നെങ്കിലും. അപ്പൊ അതാണ് നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി വന്ന ഇത്ര കാര്യമുള്ളൂ. എന്ത് ബിസിനസ്സും നമുക്ക് ചെയ്യാം. എത്ര ചെറുതാക്കാൻ പറ്റും, എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയോ ചെറുതാക്കാം. 3-4 ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നടത്തുന്ന മഷ്റൂം ഫാം, നമ്മൾ നടത്തിയ ബിസിനസ്സുകളിലൊന്നും നമുക്ക് ഒരു നഷ്ടം വരില്ല. കാരണം നമ്മള് ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ തുടങ്ങുന്ന ലാഭം എടുക്കാൻ വേണ്ടി തന്നെയാണ്. ലാഭം എടുക്കാൻ വേണ്ടിയാണ്. നമുക്കത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ നമ്മൾ നിൽക്കും. അപ്പൊ ഇതാണ് ചിന്തിക്കേണ്ടത്. ഒരു ബിസിനസ് എല്ലാ വീട്ടിലും ഒരു ബിസിനസ് തുടങ്ങാൻ. അപ്പൊ തുടങ്ങുന്നവര് ചിന്തിക്കേണ്ട എത്ര ഉള്ളൂ, നമ്മൾ ആദ്യത്തെ ബിസിനസ് ആയിരിക്കില്ല ചിലപ്പോൾ വിജയിക്കുന്നത്. ചിലപ്പോ 2ാമതാവും, ചിലപ്പോ 3ാമതാവും. അപ്പൊ ആദ്യത്തെ ബിസിനസ് നഷ്ടം വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള നിങ്ങളെ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ സപ്പോർട്ടിനും നമ്മളുണ്ടാവും. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക.